നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 318 എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരള മീഡിയ അക്കാദമി സ്കോളർ ഇൻ ക്യാമ്പസ് പ്രോഗ്രാമിൽ ഇക്കുറി അതിഥിയായെത്തിയത് മലയാളിയായ ലോകപ്രശസ്ത ഉപജീവി ശാസ്ത്രജ്ഞൻ ഡോക്ടർ SD ബിജു ആണ്. സത്യഭാമദാസ് ബിജു എന്ന ഡോക്ടർ SD ബിജു കൊല്ലം കടയ്ക്കൽ സ്വദേശിയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ റാഡ്ക്ലിഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഫെലോയായ ഡോക്ടർ ബിജു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയൺമെന്റ് സ്റ്റഡീസിൽ പ്രൊഫസറായും സേവനമനുഷ്ഠിക്കുന്നു. ഉഭയജീവികളിൽ 2 പതിറ്റാണ്ടായി ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തിവരുന്ന ഡോക്ടർ SD ബിജു അക്ഷരാർത്ഥത്തിൽ തവളകളുമായി പ്രണയത്തിലാണെന്ന് പറയാം. പശ്ചിമഘട്ടത്തിൽ നിന്നും ഡോക്ടർ ബിജു കണ്ടെത്തിയ പർപ്പിൾ തവളയെ നൂറ്റാണ്ടിന്റെ കണ്ടെത്തൽ എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിച്ചത്. ഇതിനകം 116 ഉഭയജീവികളെ കണ്ടെത്തിക്കഴിഞ്ഞ ഡോക്ടർ SD ബിജുവിനെ 2022 സംസ്ഥാന സർക്കാർ കേരളശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. സസ്യശാസ്ത്രത്തിൽ നിന്നും ജന്തുശാസ്ത്രത്തിലേക്ക് ചുവടുമാറ്റി തന്റെ ജീവിതമൊന്നാകെ തവളകളെക്കുറിച്ചുള്ള അന്വേഷണത്തിനായി ഒഴിഞ്ഞുവെച്ചപ്പോൾ അദ്ദേഹത്തെ ലോകം അത്ഭുതാതിരേകത്തോടെ വിളിച്ചു തവള മനുഷ്യൻ, ദ ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ. കേരള മീഡിയ അക്കാദമിയുടെ സ്കോളർ ഇൻ ക്യാമ്പസ് പരിപാടിയുടെ ഭാഗമായി സോമനാഥ് ചെയറിന്റെ ആഭിമുഖ്യത്തിൽ കാക്കനാട്ടെ അക്കാദമി ക്യാമ്പസിൽ സംഘടിപ്പിച്ച പ്രഭാഷണ ചടങ്ങിൽ ഉദ്ഘാടകനായ ഡോക്ടർ SD ബിജുവിനെ കൂടാതെ സോമനാഥ് ഫ്രറ്റേണിറ്റി ചെയർമാൻ മുൻ MP പന്ന്യൻ രവീന്ദ്രൻ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, സെക്രട്ടറി അനിൽ ഭാസ്കർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ K രാജഗോപാൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ PV മുരുകൻ എന്നിവർ പങ്കെടുത്തു. കേരളം ശാസ്ത്രലോകത്തിന് സംഭാവന ചെയ്ത മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ SD ബിജു എന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ അക്കാദമി ചെയർമാൻ RS ബാബു പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകട ഭീഷണി നേരിടുന്ന കാലത്ത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ തവളകൾക്ക് വംശനാശം സംഭവിക്കാതെ മുന്നോട്ട് പോകണമെന്ന് അക്കാര്യമാണ് ബിജു നമ്മളെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. ഒരു പത്രപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്നതിന്റെ മാതൃകയായിരുന്നു സോമനാഥ് എന്ന് ചടങ്ങിൽ സംസാരിച്ച സോമനാഥ് ഫ്രറ്റേണിറ്റി ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. നമ്മൾ സോമനാഥിന്റെ പേരിൽ ഫ്രറ്റേണിറ്റി ആരംഭിച്ചപ്പോൾ മറ്റു പരിപാടികൾ പലതും നമ്മൾ ആരംഭിച്ചിരുന്നു. ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി. കേരളത്തിലൊരു പത്രപ്രവർത്തകനെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സ്വീകരണം ഈ കാലത്ത് സോമന് കിട്ടിയിട്ടുണ്ട്. മരണാനന്തരം സോമന് പത്രം വായിക്കുന്ന ആൾക്കെല്ലാം അറിയാം. പത്രപ്രവർത്തനം എന്നത് എങ്ങനെയായിരിക്കണമെന്ന് പ്രവർത്തിച്ച് കാണിച്ച ഒരു പത്രപ്രവർത്തകനാണ് സോമൻ. ചിത്രശലഭത്തേക്കാൾ ഭംഗിയുള്ള ഉഭയജീവിയാണ് തവള. നിറം കൊണ്ടും വൈവിധ്യം കൊണ്ടും തവള നമ്മെ അതിശയിപ്പിക്കുന്നുണ്ട്. മനുഷ്യരാശിക്ക് മഹാവ്യാധികളെ പ്രതിരോധിക്കാൻ തവളയെപ്പോലുള്ള ഉഭയജീവികളുടെ സംരക്ഷണം അനിവാര്യമാണെന്ന് സ്കോളർ ഇൻ ക്യാമ്പസ് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ SD ബിജു പറഞ്ഞു. ആ സമയത്ത് ആണും പെണ്ണും തമ്മിൽ ഇണചേരുന്ന സമയത്ത് ആൺതവള പെൺതവളയുടെ ശരീരത്തിൽ കാരണവശാലും സ്പർശിക്കാറില്ല. അതിന് പകരം അതിന്റെ സ്പേംസ് അതിന്റെ മുതുകത്തിൽ മാത്രം നിക്ഷേപിച്ച് മാറിയിരിക്കുകയും മുതുകിലൂടെ വിളിച്ചിറങ്ങുന്ന സ്പേംസ് അംഗമായിട്ട് സൈബോട്ടായിട്ട് മാറുകയും ചെയ്യുന്ന വളരെ വളരെ യൂണിക്കായിട്ട് കണ്ടെത്താൻ പബ്ലിഷ് ചെയ്യാനും ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻസ് ഒരു ഗ്രൂപ്പ് അടങ്ങുന്ന ഏകദേശം 7 മാസം കാലങ്ങൾ താമസിച്ച ശേഷം നടത്തിയ ഗവേഷണത്തിൽ ഏതാണ്ട് 270 മണിക്കൂർ ഫുൾ ടൈം നൈറ്റ് വിഷൻ ക്യാമറ കംപ്ലീറ്റ് ആണ്. ഇതൊക്കെ സെൻസിറ്റീവ് ആയ ഒരു തവളയാണ്. കാരണം നമ്മൾ 4-5 ക്യാമറ നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം നടത്തിയൊരു വളരെ എന്താ പറയുക വലിയൊരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ തന്നെ is one of the very time consuming and very interesting find from our lab. ഇങ്ങനെയാണ് നമുക്ക് ചെറിയൊരു വീഡിയോ കാണാം. എങ്ങനെയാണ് ആൺതവള പെൺതവളകൾക്ക് ഇണചേരുന്നിട്ട് ഈ മുട്ടയിടുന്ന സമയത്ത് എങ്ങനെയാണ് ആൺതവള പെൺതവളകളുടെ മുഖത്തുനിന്ന് മാറി എങ്ങനെയാണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നൈറ്റ് വിഷൻ ക്യാമറയും നോർമൽ വിഷൻ ക്യാമറ രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു മിക്സ്ഡ് വീഡിയോ ആണ്. Dorsal shadow differs from other 6 modes of amplexus because male frog loosely sits on the female's back without grasping her. He holds or rests his hand on the substrate that could be a leaf,
branch or tree trunk. Soon, the female is ready to lay eggs. At the end of the embrace, she strongly and repeatedly arches her back, signaling the male to dismount. She immediately lays her eggs in a single bout within 3 to 4 seconds, without any physical contact with her partner. ഡോക്ടർ എസ് ഡി ബിജു കേരള മീഡിയ അക്കാദമിക്ക് പ്രത്യേകമായി അനുവദിച്ച അഭിമുഖം ഇനി കാണാം. മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി വി മുരുകനാണ് അക്കാദമിക്ക് വേണ്ടി ഡോക്ടർ ബിജുവിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ലോകപ്രശസ്ത ഉഭയജീവി ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ഡോക്ടർ സത്യഭാമ ദാസ് ബിജുവാണ് ഇന്ന് മാധ്യമജാലകത്തോടൊപ്പമുള്ളത്. ഡോക്ടർ, നമ്മൾ തവളകളെക്കുറിച്ച് ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒന്നാമത്തെ വാക്കെന്ന് പറയാവുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ വാക്കാണെന്നുള്ളത് BBC തന്നെ വിശേഷിപ്പിച്ചു കഴിഞ്ഞു, ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന്. ആ സാഹചര്യത്തിൽ ഈ തവളകളുടെ നമുക്ക് അറിയേണ്ടത് തവളകളുടെ ഒരു പരിസ്ഥിതി പ്രാധാന്യം, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ പോലും ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള കാലാവസ്ഥാ വ്യതിയാനവും മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഹാബിറ്റാറ്റ് ചേഞ്ചും ഇതെല്ലാം തവളകളിലുണ്ടാക്കുന്ന ആ ഒരു വംശനാശ ഭീഷണി അതിനെങ്ങനെയാണ് കാണുന്നത്? ലോകത്ത് തന്നെ ഏകദേശം 400 മില്യൺ ഇയേഴ്സിന് മുൻപായിട്ട് ഇന്ന് കാണുന്ന തവളകളുടെ പൂർവികരാണ് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ആദ്യമായി വന്ന നട്ടലുള്ള ജീവികൾ. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവല്യൂഷണറി ഹിസ്റ്ററി അല്ലെങ്കിൽ എവല്യൂഷണറി റീസൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ന് ലോകത്ത് ഏകദേശം 8800 തവള അല്ലെങ്കിൽ ആംഫിബിയൻ ഇനങ്ങളാണ് ലോകമെമ്പാടുമുള്ളത്. അതിലേകദേശം 500ഓളം സ്പീഷീസുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇതിൽ ഏകദേശം ഒരു 41 മുതൽ 42% വരെ വരുന്ന തവളകൾ ലോകത്തുനിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഈ പറയുന്ന 40 മുതൽ 41 അല്ലെങ്കിൽ 42% ആംഫിബിയൻസും ഭൂമുഖത്ത് നിന്ന് തെട്ടൻ കാറ്റഗറിയിലേക്ക് മൂവ് ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റവും ആവാസ വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ 2 രീതിയിലാണ്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്ന കാടുകൾ അല്ലെങ്കിൽ ഈ ആവാസ വ്യവസ്ഥ, മറ്റത് മോഡിഫൈ ചെയ്യുന്ന ആവാസ വ്യവസ്ഥ. ഈ രണ്ടും അതിനോടൊപ്പം നമുക്ക് മൂന്നാമതായി പറയാൻ പറ്റുന്നതാണ് ലോകത്ത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം. ഈ 3 കാരണങ്ങളാലാണ് ലോകത്തുള്ള തവളകൾ ഇനങ്ങൾ പലതും വംശനാശ വക്കിൽ എത്തി നിൽക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയിൽ ഏകദേശം ഒരു 99% തവളകളും ലോകത്തു നിന്ന് അപ്രത്യക്ഷ ആകാനുള്ള കാരണം പ്രധാനമായും ഹാബിറ്റാറ്റ് ലോസും ഒപ്പം ക്ലൈമറ്റ് ചേഞ്ചുമാണ്. അല്ലെ, താങ്കളുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയാവുന്ന ഈ മാവേലി തവള അല്ലെങ്കിൽ പാതാള തവള എന്ന് പറയുന്ന അതിൻ്റെ ഒരു പരിസ്ഥിതി പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഈ വംശം ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ് താങ്കൾ എത്തിയിട്ടുള്ളത്, താങ്കളുടെ സംഘമൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? പാതാളത്തവള അല്ലെങ്കിൽ നാസിക വെട്രാക്കസ് ഇംഗ്ലീഷിൽ പറയുന്നത് പർപ്പിൾ ഫ്രോഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തവളയാണ്. അതൊരു 2003 നേച്ചർ എന്ന് പറയുന്ന ഒരു വലിയ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു സയൻറ്റിഫിക് ജേർണലിൽ പബ്ലിഷ് ചെയ്ത ഒരു പുതിയ ഫാമിലിയാണ്. ഇന്ന് ലോകത്ത് തന്നെ നമ്മുടെ കേരളം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ചിട്ട് വെളിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മറ്റ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസുകൾ വളരെ വലിയ കരിസ്മാറ്റിക് അനിമലിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കാൻ അല്ലെങ്കിൽ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു തവളയാണ് ഇന്ത്യയിലെ പാതാളത്തവള. ഇതിൻ്റെ വംശത്തിനുള്ള നാശം അങ്ങനെ വരുന്നത് എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന IUCNൻ്റെ റെഡ് ലിസ്റ്റിൽ വരുന്ന ഒരു സ്പീഷീസാണ് ഇന്ത്യൻ പർപ്പിൾ ഫ്രോഗ് അല്ലെങ്കിൽ പാതാളത്തവള എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ കേരളവും തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും കേരളത്തിലുള്ള അങ്ങനെ കുറേ 4-5 ജില്ലകളിൽ വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണാണ് ഈ തവളയ്ക്കുള്ളത്. ഒപ്പം തന്നെ ഈ തവള ഏറ്റവും കൂടുതൽ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം ഒരു പരിധിവരെ ഈ തവളയുടെ വംശനാശത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ്റെ ഡിക്രീസിന് വേണ്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായി ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നതാണ്. കാരണം ഈ തവള ആദ്യത്തെ ഒരു പുതിയ മഴ അല്ലെങ്കിൽ ഒരു മൺസൂണിൻ്റെ മഴയ്ക്ക് തൊട്ട് മുൻപുള്ള ഒരാഴ്ച കാലത്താണ് ഈ തവളകൾ മുട്ടയിടുന്നത്. ഈ പലപ്പോഴും ഇപ്പോൾ മൺസൂൺ പാറ്റേൺ ചേഞ്ച് ചെയ്യുകയും കാരണം ആദ്യത്തെ 2 മഴയ്ക്ക് ശേഷം പൂർണ്ണമായും മഴയില്ലാതെ വരികയും ഇടുന്ന മുട്ടകൾ കൃത്യമായി
എന്താ പറയുക മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ആവാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് ഇതിൻ്റെ വംശനാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റീസണായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മറ്റ് സ്പീഷീസിനെ അപേക്ഷിച്ച് നോക്കുമ്പം തവളയുടെ പ്രാധാന്യമായിട്ട് താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് 50% തവളകളും പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ ഒരു ഇൻഫൻറ്റ് സ്റ്റേജിൽ തന്നെ മരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അല്ല, ഞാൻ മരിച്ചു പോകുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. കാരണം ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. കാരണം നമ്മുടെ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു ജീവി വേറൊരു ജീവിയുടെ ഭക്ഷ്യവസ്തു ആവുകയും ആ ജീവിയെ വേറൊരു ജീവി കഴിക്കുകയും ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥയിലാണ് നമ്മളാണ് പറയുന്ന ഒരു ഫുഡ് പിരമിഡിൻ്റെ ഏറ്റവും മാക്സിമം അപ്പെക്സ് ആയിട്ട് പറയുന്നത്. മറ്റ് പക്ഷികളും ഏറ്റവും കൂടുതൽ മൃഗങ്ങളും ഭക്ഷ്യവസ്തുവാക്കുന്നത് തവളയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മളൊരു വൈകാരികമായി കാണുന്നതിനല്ല, മറിച്ച് ഇതൊരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ എക്കോളജിയുടെ ഒരു ഭാഗമാണ്. ഒരു ജീവി വേറൊരു ജീവിയുടെ ഭക്ഷ്യവസ്തുവാകുകയും ആ ജീവിയെ വേറൊരു ജീവി തിന്നുകയും ഇല്ലെങ്കിൽ ഭക്ഷ്യവസ്തുവാക്കുകയും അതൊരു ഫുഡ് ചെയിൻ്റെ ലോങ് പ്രോസസ്സിൽ ഒരു എക്കോളജിക്കൽ ബാലൻസിന് വേണ്ടിയിട്ട് ആണ്. അപ്പോൾ അത് തവളകൾക്കാണ് ബയോമാസിൽ ഏറ്റവും കൂടുതൽ ബയോമാസ് ഭൂമിയിൽ, അതായത് അതിൻ്റെ ലൈഫ് വേറൊരു ജീവിക്ക് വേണ്ടിയിട്ട് ഭക്ഷ്യവസ്തുവാകുന്ന തവളകൾക്കാണ്. എനിക്ക് തോന്നുന്നു മാനിനേക്കാളും, മാനാണ് നമ്മുടെ ഒരു പ്രൈമറി ആയിട്ട് നമ്മൾ പറയുന്ന ടൈഗറിൻ്റെയും വലിയ ജീവികളുടെയൊക്കെ ആ ബയോമാസിനേക്കാളും വലിയ ബയോമാസാണ് തവളകൾക്ക്, ഇല്ലെങ്കിൽ തവളകളടങ്ങുന്ന ആംഫിബിയൻസിന് ഒരു പക്ഷേ ആവാസ വ്യവസ്ഥയിലെ പങ്ക്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഫുഡ് ചെയിനിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. അല്ലെങ്കിൽ ഫുഡ് ചെയിൻ്റെ ഒരു സന്തുലിതാവസ്ഥ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കപ്പെടുന്നത് തവളയാണ്. പണ്ട് ഞാൻ തൃശ്ശൂരിൽ റിപ്പോർട്ടറായിരിക്കുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാഴ്ച പറയാം. അത് തൃശ്ശൂർ മുനിസിപ്പൽ മാർക്കറ്റിൽ തവളക്കാരി വിൽക്കാൻ കിട്ടുമായിരുന്നു. സായന്തനങ്ങളിൽ ഒരു ഏതാനും മണിക്കൂറുകളുള്ള അപ്പോഴത്തേക്ക് വിറ്റുപോകും. ഇപ്പോൾ അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ അത് തുടരുന്നതായിട്ട്, അനധികൃതമായി തുടരുന്നതായിട്ട്. നമ്മളത് മനുഷ്യൻ തവളയെ തിന്നുന്ന ഒരു കാലം, പാമ്പിനെ തിന്നുന്ന ആളുകൾ വരെ കേരളത്തിലുള്ള ഒരു നാടാണ്. നോർത്ത് ഈസ്റ്റിലൊക്കെ പല സ്ഥലങ്ങളിലും താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവിടെ അവരുടെ ഒരു ഫുഡ് ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ തവളകൾ ചില മേഖലകളിൽ ചൈനീസ് ബോർഡറിൽ, ലഡാക്ക് ബോർഡറിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതേ സമയത്ത് ഇപ്പോൾ അത് കംപ്ലീറ്റ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ മനുഷ്യന് പ്രയോജനകരമായ അല്ലെങ്കിൽ മനുഷ്യന് ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് അതിന് പ്രതിരോധ ശേഷി നൽകാനും അല്ലെങ്കിൽ അത് ആ രോഗം മാറ്റാനും ഒക്കെ ഉപകരിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് കോമ്പൗണ്ട്സും പ്രോപ്പർട്ടീസും പല ജീവിവർഗ്ഗം, പ്രത്യേകിച്ചും തവള വർഗ്ഗങ്ങളിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? നമ്മുടെ ഒരു എന്താ പറയുക, കാരണം തവളകൾ ഇല്ലെങ്കിൽ പല മറ്റ് ജീവികളുടെ ആഹാരവസ്തു ആകുന്നതിനോടൊപ്പം തന്നെ മനുഷ്യൻ തവളയെ പിടിച്ചിട്ട് തിന്നുന്നതിനോട് അതൊരു സന്തുലിതമായ ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രക്രിയയല്ല, മറിച്ച് ഒരു വംശത്തിന് ഇല്ലെങ്കിൽ ഒരു കൂട്ടം തവളകൾ ആ പ്രദേശത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉതകുന്നതാണ്. ഇതിനെ എങ്ങനെ നിരോധിക്കപ്പെടണമില്ലെങ്കിൽ അതിനൊരു നിയമപരമായ നിരോധനം ഒരു പരിധിവരെ അതിനെ ലീഗലൈസ് ചെയ്യുമെങ്കിൽ തന്നെയും അതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഒരു അവബോധം ഉണ്ടാവുകയും ആൾക്കാരത് മനസ്സിലാക്കുകയും അതിനനുസൃതമായ ഒരു നിയമ നടപടിയല്ല, അതിനേക്കാളും നല്ലത് തവളകളും ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ്. പല തവളകളും വംശനാശത്തിൻ്റെ വക്കിലാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവുന്ന ഒരിക്കലും ചെയ്യാൻ കാരണം അത് ലീഗലായിട്ട് ബാൻ ചെയ്തതാണ്. ഒപ്പം തന്നെ അത് എക്കോളജിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇന്ത്യയിലെ വന പരിസ്ഥിതി നിയമങ്ങളുണ്ട്. ആ നിയമം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഏതാനും ജീവികൾക്ക് വേണ്ടി മാത്രമുള്ളതായി, കടുവ, പുലി, ആന പോലുള്ള മാത്രമായിട്ട് നമ്മുടെ നയം മാറ്റേണ്ടതല്ലേ? അങ്ങനെ വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള മൈന്യൂട്ടായിട്ടുള്ള വളരെ ലോവർ സ്പീഷീസ്, ലോവർ എന്ന് പറയാവുന്ന തരത്തിലുള്ള അവരെ കൂടെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പോളിസി ചേഞ്ച് നമ്മുടെ വനനയത്തിൽ ഉണ്ടാവേണ്ടതല്ലേ? നമ്മുടെ ഒരു വൈൽഡ് ലൈഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു കൊളോണിയൽ പാസ്റ്റ് എന്നാണ്. അതായത് പണ്ട് നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാരുടെ സമയത്തെ ഉണ്ടായിരുന്ന ഗെയിം പാർക്കുകൾ അല്ലെങ്കിൽ ഹണ്ടിങ് പാർക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് എന്ന് പണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് 5 or 6 കൈയുടെ വിരലിലെണ്ണാവുന്ന മൃഗങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് ഒരിക്കലും അതല്ല വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. അതിലേക്ക് താഴെ, അതായത് പക്ഷിയിൽ അവസാനിക്കുന്ന ഒരു വൈൽഡ് ലൈഫാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത് ഒരു വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് 4 or 5 കരിസ്മാറ്റിക് അനിമൽ മാത്രമല്ല, മറിച്ച് മറ്റെല്ലാ ജീവജാലങ്ങളുടെ എക്കോസിസ്റ്റം, അത് പാരിസ്ഥിതികമായിട്ടുള്ള എല്ലാ പ്രാധാന്യത്തോടു കൂടി ഒരു എക്കോസിസ്റ്റം ലെവൽ കൺസർവേഷനാണ് ഏറ്റവും എഫക്റ്റീവ് കൺസർവേഷൻ എന്ന് ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഈ സ്പീഷീസ് സ്പെസിഫിക് കൺസർവേഷൻ നിന്ന് മാറിയിട്ട് എക്കോസിസ്റ്റം കൺസർവേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ പോലുള്ള വികസിത രാജ്യങ്ങൾ ഇന്നും, അതായത് ഏഷ്യയിലെ പല രാജ്യങ്ങളും ഇന്നും സ്പീഷീസ്, അതായത് 4 or 5 ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസിനെ മാത്രം
ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കൺസർവേഷൻ പ്രോഗ്രാംസും കൺസർവേഷൻ പോളിസികളും നിശ്ചയിക്കപ്പെടുന്നത്. അത് ഒരു പരിധിവരെ അല്ല, അത് മറിച്ച് അത് കംപ്ലീറ്റ് മാറേണ്ട ഒരു സമയം തന്നെയാണ്. അതിന് മാറ്റം നമുക്ക് ഈ ഒരു ഗവേഷണം എന്ന നിലയ്ക്ക് എനിക്കുണ്ടാക്കുന്നതിനേക്കാളും അതൊരു ഒരു പോളിസി മേക്കേഴ്സും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ വരേണ്ടതാണ്. കാരണം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവിധ റിസോഴ്സസ്, ഞാനത് ഫണ്ട് എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, റിസോഴ്സസ് ഇന്ന് ചാനലൈസ് ചെയ്യപ്പെടുന്നത് വിരലെണ്ണാവുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അത് മാറി എല്ലാത്തരം മൃഗങ്ങളെയും എല്ലാത്തരം ജീവജാലങ്ങളെയും സംരക്ഷിക്കപ്പെടുകയും അതിനെക്കുറിച്ചുള്ള കൂടുതലുള്ള പഠനങ്ങളും ഒപ്പം തന്നെ ഗവേഷണങ്ങൾ നടക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ചോദ്യം കൂടി, ഈ ഒരു 5 വലിയ കൂട്ടവംശനാശത്തെ കണ്ട അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചെന്ന് പറയാൻ പൂർണ്ണമായും ശാസ്ത്രീയമായി ശരിയല്ല, പക്ഷേ ആ കണ്ട ഒരു സ്പീഷീസാണ് ഇതാണ് തവളകൾ, ഫ്രോക്സ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഈ 5 എണ്ണത്തെ ആദ്യം കരയിലേക്ക് കയറിയ നട്ടലുള്ള ജീവി 5 മാസ് എക്സ്റ്റിങ്ഷൻ കണ്ടിട്ടും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഒരു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനിയും ഒരു 5-6 മാസ് എക്സ്റ്റിങ്ഷൻ കണ്ടിട്ടേ അത് മരിക്കൂ എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടോ? അപ്പോൾ തവളകൾ 400 മില്യൺ ഇയേഴ്സിന് മുൻപായിട്ട് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വരികയും ഇന്ന് കാണുന്ന തവളകളുടെ പൂർവികരെല്ലാം മരിച്ചു പോവുകയും ഇന്ന് കാണുന്ന തവളകളായിട്ട് നമ്മുടെ ഏകദേശം 500 തവളകൾ ഇന്ത്യയിലും 800 തവളകൾ ലോകത്തും ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിന് ഈ പറയുന്ന മാസ് എക്സ്റ്റൻഷൻ വരുന്ന മാറ്റങ്ങൾ അതിജീവിക്കാനുള്ള കഴിവാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വരുന്നതിൻ്റെ പേരിൽ തന്നെ പല തവളകൾക്കും വെള്ളത്തിൽ മാത്രമായിട്ടും ഇല്ലെങ്കിൽ മരങ്ങളുടെ മുകളിലായിട്ട് ഇല്ലെങ്കിൽ മണ്ണിനടിയിൽ താമസിക്കാനുള്ള, അതായത് ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിൽ ജീവിക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻ ഈ തവളകൾക്ക് അല്ലെങ്കിൽ ആംഫിബിയൻസ് അടങ്ങുന്ന തവളകൾക്ക് കൈവന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഈ ഉൽക്കകൾ പതിച്ചിട്ടാണ് ലോകത്തിലുള്ള വലിയ ജീവജാലങ്ങൾ അപ്രത്യക്ഷമായെന്നാണ് നമ്മൾ സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊരു തിയറിയാണ്, അതൊരു ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടത്തിൽ തവളകൾ രക്ഷപ്പെട്ടു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിന് ആവാസ വ്യവസ്ഥയിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു അപാര കഴിവുള്ളൊരു ജീവിയാണ്. അതുകൊണ്ട് അത് ഇനിയും വരുന്ന മാസ് എക്സ്റ്റൻഷൻസ് വരികയാണെങ്കിലോ ഇല്ലെങ്കിൽ ഇനിയും കാലാവസ്ഥയിലോ ഇല്ലെങ്കിൽ ഹാബിറ്റാറ്റിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഒരുപക്ഷേ ഈ തവളകൾക്ക് സാധ്യമല്ല. കാരണം 2 രീതിയിലാണ് നമ്മൾക്ക് എക്സ്റ്റൻഷനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഒന്ന് നാച്ചുറൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, അത് ഒരു എവല്യൂഷണറി പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം തവളകൾ ഇല്ലെങ്കിൽ ഒരു കൂട്ടം ജീവികൾ നശിച്ചു പോവുകയും പുതിയൊരു ജീവികൾ ഉത്ഭവിക്കുകയും ചെയ്യുന്നു. അതിനെ നമുക്ക് എതിർക്കാനോ അതിനെക്കുറിച്ചിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ഉണ്ടാവേണ്ട സംഭവമാണ്. മറിച്ച് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് നഷ്ടമാകുന്ന ജീവജാലങ്ങൾ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സംരക്ഷണം ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ഒരു കൂട്ടം ജീവജാലങ്ങളാണ് ആംഫിബിയൻസ് എന്ന് പറയുന്ന ഒരു ജീവവർഗം. ഈ ഒന്നുകൂടി, അതായത് ഇപ്പം മീഡിയ അക്കാഡമിയുടെ മാധ്യമജാലകം പരിപാടിയാണ്. ആ നിലയ്ക്ക് മീഡിയ വിദ്യാർത്ഥികളോട് താങ്കൾ ഇവിടെ കൊച്ചി കാക്കനാട് ഒരു ഗംഭീരമായ പ്രഭാഷണം നടത്തുകയും സോദാഹരണ പ്രഭാഷണമൊക്കെ നടത്തുകയും ചെയ്തു. ഈ മാധ്യമപ്രവർത്തകർക്കുള്ള റോൾ എന്താണ്? ഇതിൻ്റെ ഒരു അവയർനെസ്, അതായത് ഈ ജീവജാലങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതകൾക്ക് പരിസ്ഥിതി അവയർനെസ് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളാണ് ചെയ്യേണ്ടത്. ആ മാധ്യമങ്ങൾ എത്രമാത്രം ചെയ്യുന്നുണ്ട്, ലോകത്ത് എത്ര ചെയ്യുന്നുണ്ട്, കേരളത്തിലും ഇന്ത്യയിൽ ഉൾപ്പെടെ എങ്ങനെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ പൊസിഷൻ എന്താണ്? കാരണം ഞാൻ ഒരു സ്റ്റേജിൽ ഇല്ലെങ്കിൽ ഞാൻ എഴുതുന്ന ലേഖനങ്ങൾ വായിച്ചിട്ട് ഒരാൾ പോലും കൺസർവേഷനെ കുറിച്ചിട്ടോ ഇല്ലെങ്കിൽ, കാരണം സയൻറ്റിസ്റ്റുകൾ വായിക്കും, സയൻറ്റിസ്റ്റുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, പക്ഷേ സയൻറ്റിസ്റ്റ് അല്ല ഒരു കൺസർവേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണീക്ക്. അത് സാധാരണ തവളകളെ കുറിച്ചിട്ടോ മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചോ വളരെ വിജ്ഞാനമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ തീരുമാനിക്കുന്നതാണ് കൺസർവേഷൻ. അതിന് മീഡിയ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു പങ്കുണ്ട്. കാരണം ഞാൻ ഇന്ന് മീഡിയ അക്കാഡമിയിൽ വരികയും ഇവിടെ സംസാരിക്കാൻ എന്നെ വിളിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കാരണം ഞാൻ നടത്തിയ ഗവേഷണത്തിലൂടെ എന്നെ അറിയുന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ അതിന് എന്നെ തന്നെ ഇത്തരത്തിലൊരു ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്നതിന്, എൻ്റെ ഗവേഷണത്തിനെ മാറ്റുന്നതിന് മീഡിയ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഇന്നും ഇപ്പോൾ പണ്ട് നമ്മുടെ കടുവ അല്ലെങ്കിൽ ആനയിലൊക്കെ ഗവേഷണം ചെയ്യുന്ന ആൾക്കാരെയാണ് സാധാരണ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ വിളിക്കാറുള്ളത്. അത് മാറിയിട്ട് തവളകളിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ഈ മീഡിയ തരുന്ന, അല്ലെങ്കിൽ മീഡിയ നമുക്ക് അത്തരത്തിലുള്ള ചെറു ജീവികൾക്കും അതിൻ്റെ കൺസർവേഷനും അതിൻ്റെ റിസർച്ചിനും വേണ്ടുന്ന എന്നൊരു അത്തരത്തിലുള്ളൊരു
ഒരു റിപ്പോർട്ടിംഗ് അല്ലെ അത്തരത്തിലുള്ളൊരു ആവശ്യത്തിന് അടിസ്ഥാനമായിട്ടുള്ളൊരു റിപ്പോർട്ടിംഗ് ഉള്ളതിൻ്റെ പേരിലാണ്. കാരണം സാധാരണ സയൻറ്റിസ്റ്റുകൾക്കോ ഇല്ലെങ്കിൽ ഗവേഷകർക്കോ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. കാരണം അതൊരു കമ്മ്യൂണിറ്റി വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. മറിച്ച് ഒരു മീഡിയ സാധാരണക്കാരിലേക്ക് എത്തുന്നത് ഏറ്റവും ഇന്നും നമ്മളിപ്പോൾ പത്രവായനകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം പല മേഖലകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നും പത്രത്തിനും ഇല്ലെങ്കിൽ മീഡിയയ്ക്കും ഉണ്ടാകുന്ന ഒരു സ്വാധീനം സമൂഹത്തിൽ വളരെ പ്രധാനമുള്ളതാണ്. അതുകൊണ്ട് കൺസർവേഷൻ ഏറ്റവും കൂടുതൽ പ്രായോഗികമായി ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് മാറ്റാൻ കഴിയുന്ന ഏക മാർഗം, കാരണം സാധാരണക്കാർക്ക് കൺസർവേഷൻ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ മീഡിയയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട റോളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബോട്ടണിയിൽ PhD നേടിയ ശേഷം ബ്രസൽസിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സുവോളജിയിലും ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അപൂർവ പ്രതിഭയാണ് സത്യഭാമ ദാസ് ബിജു. കൊല്ലത്തെ കടയ്ക്കൽ സ്വദേശിയാണ്. അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ 30 വർഷമായി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പ്രധാന റോളുകളിൽ അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായും ഇപ്പോൾ സീനിയർ പ്രൊഫസറായും വർക്ക് ചെയ്യുന്നു. ഏറ്റവും പ്രധാനം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ റാഡ്ക്ലിഫ് ഫെലോയാണ്. അത് അപൂർവമായ ഇന്ത്യയിൽ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു ഫെലോഷിപ്പാണ്. അദ്ദേഹം അമേരിക്കയിലും ഇന്ത്യയിലുമായിട്ട് മാറി മാറി വിദ്യാർത്ഥികളെ നയിക്കുകയും ഗവേഷകരെ നയിക്കുകയും അങ്ങനെ ഈ രംഗത്ത് വളരെ സമർത്ഥമായി ഒരു നേതൃനിരയിലേക്ക് തന്നെ ഈ ഗവേഷണത്തിൻ്റെ ഒരു നേതൃനിരയിൽ അന്താരാഷ്ട്ര തലത്തിൽ എത്തിയിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ മാധ്യമജാലകത്തിന് കിട്ടിയത് വളരെ സന്തോഷം. നന്ദി. താങ്ക് യു. മലയാളിയുടെ വാർത്താവബോധത്തിൽ ദൃശ്യമാധ്യമങ്ങളുടെ കുത്തൊഴുക്ക് തുടരുമ്പോഴും അച്ചടി മാധ്യമങ്ങൾ അവയുടെ സ്വാധീനം നിലനിർത്തുന്നത് ഉന്നത ശീർഷരും പ്രതിഭാശാലികളുമായ പത്രപ്രവർത്തകരുടെ സക്രിയമായ അടയാളപ്പെടുത്തലുകളിലൂടെയാണ്. ഈ ശ്രേണിയിലെ മറക്കാനാവാത്ത വ്യക്തിത്വമാണ് ഈ സോമനാഥിൻ്റേത്. പരിസ്ഥിതിക്കും ജീവജാല സംരക്ഷണത്തിനുമായി തൻ്റെ തൂലിക നിരന്തരം ചലിപ്പിച്ച പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു ഈ സോമനാഥ്. മലയാള മനോരമയിൽ 3 പതിറ്റാണ്ടിലേറെ സേവനമനുഷ്ഠിച്ച ഇ സോമനാഥ് വൈവിധ്യമാർന്ന വിഷയങ്ങളിലെ ലേഖനങ്ങളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയുമാണ് പത്രപ്രവർത്തന രംഗത്ത് വേറിട്ട ഇടം നേടിയത്. രാഷ്ട്രീയം, പരിസ്ഥിതി, വനം, നിയമസഭാ പാർലമെന്റ് നടപടിക്രമങ്ങൾ, ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ, അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. നിയമസഭാ അവലോകന പങ്ക്തിയായ നടുത്തളം ഏറെ ശ്രദ്ധേയമായി. വിമതൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയ ആക്ഷേപഹാസ്യ രാഷ്ട്രീയ പങ്ക്തിയായ ആഴ്ചക്കുറിപ്പുകൾക്കായി വായനക്കാരും രാഷ്ട്രീയക്കാരും കാത്തിരുന്നു. ആധുനിക പത്രപ്രവർത്തന മേഖലയിലെ അനുകരണീയ മാതൃകയാണ് ഇ സോമനാഥ്. മലപ്പുറം വള്ളിക്കുന്ന് അത്താണിക്കൽ എട്ടാഴി കുടുംബാംഗമായ സോമനാഥ് അധ്യാപകരായ CM ഗോപാലൻ നായരുടെയും EP ദേവകയമ്മയുടെയും മകനായി 1962 ഡിസംബർ 15 ജനിച്ചത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദമെടുത്ത ശേഷം ഒറ്റപ്പാലം NSS കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ജേർണലിസം കോഴ്സ് പാസ്സായ ശേഷം 1987 മലയാള മനോരമയിൽ പത്രപ്രവർത്തകൻ. കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കൊല്ലം, ഡൽഹി ബ്യൂറോകളിൽ ജോലി ചെയ്തു. ഡൽഹിക്കാലത്താണ് രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോക്സഭ, രാജ്യസഭാ നടപടികൾ, ദേശീയ തിരഞ്ഞെടുപ്പുകൾ തുടങ്ങിയവ വാർത്ത ചോരാതെ ജനങ്ങളിലേക്ക്. കാർഗിൽ യുദ്ധമുഖത്ത് പോയതാണ് മറ്റൊന്ന്. 2.5 പതിറ്റാണ്ടിലേറെ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച അദ്ദേഹം CPM, CPI പാർട്ടി കോൺഗ്രസുകൾ, സംസ്ഥാന സമ്മേളനങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോമനാഥ് വിരമിച്ചപ്പോൾ സ്പീക്കർ MB രാജേഷിൻ്റെ അധ്യക്ഷതയിൽ നിയമസഭയുടെ മീഡിയ റൂമിൽ യാത്രയയപ്പ് നൽകി. അതും അപൂർവത. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് കൂടെയൊക്കെ കാണും. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉച്ചാടന ക്രിയയുടെ ചിലവ് സ്പീക്കർ വഹിച്ചാലേ പോകുള്ളൂ. ശരി. പത്നി രാധാ P പണിക്കരും മകൾ S ദേവകയും മരുമകൻ മിഥുൻ കൃഷ്ണയും മാത്രമല്ല ആ തണൽ അനുഭവിച്ചത്. കക്ഷി രാഷ്ട്രീയമോ പ്രായഭേദമോ കൂടാതെ
പരിചയപ്പെടുന്ന എല്ലാവരെയും തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന കാന്തിക ശക്തി കൂടിയായിരുന്നു സോമനാഥ്. ആ വലയത്തിൽ സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയുണ്ട്. വനം കാവൽക്കാരൻ മുതൽ മുഖ്യ വനപാലകൻ വരെ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മുതൽ ഗതാഗത മന്ത്രിമാർ വരെ, അങ്ങനെ എല്ലാവരും. പക്ഷേ പത്രപ്രവർത്തന മേഖലയിൽ പുതുതലമുറയുടെ ഹീറോയായിരുന്നു സോമേട്ടൻ. വനയാത്രകളായിരുന്നു ദൗർബല്യം. വർഷത്തിൽ 3-4 തവണ വരെ കാടുകയറുന്ന ശീലം. സുഹൃത്തുക്കളെയും ഒപ്പം കൂട്ടി. വാസ്തവത്തിൽ പ്രകൃതിയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും പാഠങ്ങൾ സോമനാഥ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുകയായിരുന്നു. പശ്ചിമഘട്ടത്തിൽ എവിടെയെങ്കിലും ഒരു പുതിയ സസ്യവർഗമോ ജന്തുവിഭാഗമോ കണ്ടെത്തിയാൽ അതാദ്യം ജനങ്ങളിലേക്ക് എത്തുന്നത് ആ പേനത്തുമ്പിലൂടെയായിരുന്നു. ആ തണലിൽ ഇരുന്ന് രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രങ്ങൾ കേട്ടു പഠിക്കാത്തവർ കുറവ്. ചിലപ്പോഴൊക്കെ പുലർച്ചെ വരെ നീളുന്ന പരന്ന വായന, അതായിരുന്നു സോമനാഥിൻ്റെ മറ്റൊരു പ്രണയം. പലപ്പോഴും ചങ്ങാത്തത്തിനപ്പുറം അറിവിൻ്റെ സർവവിജ്ഞാന കോശം കൂടിയായി അദ്ദേഹം. അച്ഛൻ CM ഗോപാലൻ നായർക്ക് സ്മൃതിനാശം വന്നത് നേരിൽ കണ്ടിട്ടുണ്ട് സോമനാഥ്. അത്തരമൊരവസ്ഥ തനിക്കുണ്ടാകരുതെന്ന് നിശ്ചയിച്ചുറപ്പിച്ചതിനാലാകണം കേട്ടതും വായിച്ചതും അനുഭവിച്ചതുമെല്ലാം കല്ലിൽ കൊത്തിയതുപോലെ അദ്ദേഹം സ്മൃതികോശങ്ങളിൽ രേഖപ്പെടുത്തി. ആവശ്യമുള്ളപ്പോഴൊക്കെ പുറത്തെടുത്തു തന്നു. സന്ദർഭത്തിനനുസരിച്ച് ലേഖനങ്ങളിലൂടെ വായനക്കാരുമായി പങ്കിട്ടു. മനുഷ്യ, താങ്കൾ ഒരു വനയാത്ര പോയെന്ന് വിശ്വസിക്കാനേ ഞങ്ങൾക്കാകൂ. അല്ലെങ്കിലും ഞങ്ങളിൽ നിന്നടരാൻ താങ്കൾക്ക് എങ്ങനെയാണ് കഴിയുക? നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതി വൈവിധ്യങ്ങളുടെ അക്ഷയകനിയാണ്. നിസ്സാരമെന്ന് നാം കരുതുന്ന പലതും എത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർ SD ബിജുവിൻ്റെ തവളലോകം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. മാധ്യമജാലകത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.